ഞാൻ പറയാറുണ്ട്, മൂത്രം ഒഴിക്കണമെങ്കിൽ അടക്കം മനസ്സമാധാനം വേണമെന്ന്. വയനാട്ടിലൊരു ക്ലാസ്സിന് പോയി, +2 കുട്ടികളുടെ ക്ലാസ്സാണ്, ഫുള്ള് ഗെയിമായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കൂലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ വയനാടാണെന്ന് മറന്ന് വെള്ളം കുടിച്ചു. ബസ്സിലാണ് എൻ്റെ നാടായ താമരശ്ശേരിയിലേക്ക് വരുന്നത്. ബസ് കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് മുട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കണ്ടിട്ട് വെച്ച് മൂത്രം ഒഴിക്കാപ്പോൾ എന്താ വഴി? ആ വഴി നിങ്ങളിലല്ലോ, എന്നോട് വയ്ക്കുന്നത് എന്തിനാണ്? മൂപ്പർക്ക് തമാശ. നമ്മളവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായി. പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ പ്രത്യേകത, അതിൽ കണ്ടക്ടർ രാജാവായിരിക്കും, നമ്മൾ വെറും പ്രജ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മൂപ്പര് ഇനി എവിടെ സ്റ്റോപ്പെന്ന് ചോദിച്ചാൽ അടിവാരത്തെ സ്റ്റോപ്പുള്ളൂ. ഉത്തരവ് പ്രഭു, ഒന്നും പറയാനില്ല. അവസാനം ഞാൻ ഈ മൂത്രം, അന്ന് ഇന്നത്തെ പോലെ നല്ല റോഡൊന്നുമല്ല, ഓരോ കുഴിയിൽ വീഴുമ്പോൾ ഞാൻ അല്ലോ ഒന്ന് ബേജാറായിട്ടായിരിക്കും. അവസാനം ഞാൻ കണ്ടക്ടറോട് ചൂടായി, മര്യാദയ്ക്ക് ബസ് നിർത്തിയില്ല, ഞാൻ കേസ് കൊടുക്കട്ടോന്ന്. കണ്ടക്ടർ ഡ്രൈവറോടായിട്ട് എന്തോ സ്വകാര്യം പറഞ്ഞ് ബസ് ആ 9ാം വളവ് തുടങ്ങുന്ന അവിടെ നിർത്തി തന്ന്, ഈ ഛർദ്ദിച്ചാൽ കഴുകാനുള്ള വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് വെള്ളമൊക്കെ മുക്കി ചാടി ഇറങ്ങി മൂത്രമൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡ്രൈവർ ഒരു പണി പറ്റിച്ചത്. പെപ്പന്ന് 2 ഹോണടി, വേഗം നോക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 10-50 ആൾക്കാർ എന്നെ നോക്കി നിൽക്കുക. ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് വന്നതേയില്ല. അന്നാ എനിക്ക് മനസ്സിലായത്, മൂത്രം ഒഴിക്കണമെങ്കിൽ അടക്കം നല്ല മനസ്സമാധാനം വേണം. അങ്ങനാണ് എങ്കിൽ ഒരു കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ പഠിക്കണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥാനം എന്തായിരിക്കും? മനസ്സമാധാനം. അപ്പം മനസ്സമാധാനം എന്താണെന്ന് ആലോചിക്കേണ്ടി. മനുഷ്യന്മാർക്ക് മനസ്സമാധാനം കിട്ടാത്ത 3 അവസ്ഥയുണ്ട്. 1, പേടിച്ച് നിൽക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 2, ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 3, സങ്കടപ്പെടുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് മനസ്സമാധാനം എന്താ ചോദിച്ചാൽ ഉത്തരം കിട്ടി, സന്തോഷമാണ് മനസ്സമാധാനം. അങ്ങനെയാണ് നമ്മൾ കുടുംബത്തിലാകെ കൊടുക്കേണ്ടത് സന്തോഷം മാത്രം. അതെങ്ങനെ കൊടുക്കാമെന്ന് പഠിച്ചാൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും. എല്ലാവരും നേരെ കൈ ചുട്ടിപ്പിടിച്ചെങ്ങനെ, കൈ ഇങ്ങനെ മുന്നോട്ട് ചുട്ടിപ്പിടിച്ച്. ഞാൻ ഇവിടുന്ന് എല്ലാവരെയും കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരെ ഞാൻ വേദിയിലേക്ക് വിളിക്കും, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ വിരലിന് ചെറുവിരൽ, ചിന്നൻ വിരൽ എന്നാ പറയാ. ഈ വിരൽ നിവർത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കണം. ആ ശബ്ദം ഹ എന്നാണ്. ഒന്നുണ്ടാക്കി നോക്കിയേ, ഹ. ഉറക്കെ. 2 വിരൽ നിവർത്തുമ്പോൾ 2 പ്രാവശ്യം ആ ശബ്ദം ഉണ്ടാക്കണം, ഹ ഹ. 3ആവുമ്പോ പോട്ടെ, ഹ ഹ. 4ആവുമ്പോ, 5ആവുമ്പോ, 6ാമത്തെ നിവർത്തുമ്പോൾ തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കണം. അതാണ് ഗെയിം. അവിടെ ചെയ്തില്ലെങ്കിൽ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ച് ചെയ്യിപ്പിക്കേ. റെഡി? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. 10 നിവർത്തണം. 6ാമത്തതാവുമ്പോൾ മാത്രം തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കുക. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. പോട്ടെ. അടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. നിങ്ങൾ കൂടുതൽ ചിരിച്ചത് ഒറ്റക്ക് ചിരിച്ചപ്പോഴാണോ വേറെ ആളെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണോ? അപ്പൊ ശരിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരാള് സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ ആകെ വേറെ ആളുകളെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവ് ഭാര്യനെ സന്തോഷിപ്പിക്കുക, മക്കൾ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, മാതാപിതാക്കൾ മക്കളെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും. അത് ചെയ്യാൻ 4 കാര്യങ്ങളാണ് സൈക്കോളജി പറയുന്നത്. സന്തോഷം കിട്ടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അതിന് 4 ഹോർമോൺ ഉണ്ട്. അതിലൊന്ന് ഡോപ്പമിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. സന്തോഷം കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് നല്ലത് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഇപ്പം ഞാൻ നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഡോപ്പമിൻ കിട്ടിയ ഈ സന്തോഷം. ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഡോപ്പമിൻ കിട്ടി അല്ലെ? ചില ആൾക്കാർ ചോദിക്കും ഉണ്ടോ എന്നൊക്കെ, പിന്നെയും കേൾക്കാനാണ്, അല്ലാണ്ട് രസമില്ലായിട്ടല്ല. അങ്ങനെയാണ് ഡോപ്പമിൻ കിട്ടാതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തുമ്പോഴുള്ള ഡോപ്പമിൻ പോവും, സന്തോഷവും പോവും, മനസ്സമാധാനവും പോവും. അതുകൊണ്ട് ഇപ്പൊ സമയം 1 മണിയായി. നാളെ ഉച്ചക്ക് 1 മണി വരെ ആരെയും ഞാൻ കുറ്റം പറയൂല എന്ന് വിചാരിച്ചാൽ നല്ല മനസ്സമാധാനം ഉണ്ട്. അത് നല്ല മനസ്സമാധാനമാണ് തോന്നുന്നുണ്ടെങ്കിൽ മറ്റന്നാള് ഉച്ചക്ക് 1 മണി വരെ അതും നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പിറ്റേന്നാൾ ഉച്ചക്ക് 1 മണി. അല്ലാണ്ട് ഒരുപാട് വലിയ തീരുമാനം എടുത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പഴയ നമ്മൾ തന്നെ വേഗമായി പോകും. ആരെയും കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവനോടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിങ്ങൾക്കൊരു ഉത്തരവില്ലേ? എൻ്റെ തന്നെ ഉമ്മയാണ്. പാവം ബാപ്പ അധ്വാനിക്കുന്നൊക്കെ വെറുതെ കേട്ടോ. മക്കൾ മുഴുവൻ പറയുന്നത് ഉമ്മാണ്. എന്തോരം മനുഷ്യന്മാരെ ഗൾഫിലൊക്കെ വെയിലും കൊണ്ട് പണിയെടുക്കുക, എന്നാലും പേരും
പോട്ടെ, ഉമ്മ ഉപ്പ പറയുന്നവരുണ്ടാവും വിചാരിക്കുക. ഭർത്താവിനൊന്നും ആരും പറഞ്ഞില്ലല്ലേ? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് വേണേ വലിയ വലിയ നേതാക്കന്മാരോ സിനിമാ നടന്മാരെയോ ഫുട്ബോൾ കളിക്കാരൊക്കെ ഇഷ്ടപ്പെട്ടൂടെ? പ്രത്യേകിച്ച് അരികോടൊക്കെ ആകുന്നതുകൊണ്ട് ചിലപ്പോൾ എംബാപ്പനെ ഇഷ്ടപ്പെടുന്നവരും മെസ്സി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. ആ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ഉമ്മാൻ്റെ ഒപ്പം, ഇഷ്ടപ്പെട്ട ഉപ്പാൻ്റെ ഒപ്പം, ഇഷ്ടപ്പെട്ട മക്കളൊപ്പം ആ ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ആദ്യം ആര് എങ്ങനെ ഉണ്ടെന്നാ നോക്കുക. ഞാനെങ്ങനെ ഉണ്ട് എന്നാ, ഞാനെങ്ങാൻ നന്നായില്ല, ഡിലീറ്റ് ആരെങ്കിലും പറയാറുണ്ടോ ബാപ്പന്റെ മുഖം നന്നായില്ല ഡിലീറ്റ് ആക്കെന്ന് പറയുന്നത്? ഞാൻ കേട്ടില്ല. അഥവാ ബാപ്പന്റെ മുഖം മോശമായി ഞാൻ നന്നായാലും അത് ഡിലീറ്റ് ആക്കണ്ട. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഞാനാ. അതുകൊണ്ട് എന്നെ വേറൊരാൾ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടേയില്ല. അതാണ് മനുഷ്യരുടെ സ്വഭാവം. KG ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞൊരു കവിയുടെ ഒരു വാചകമുണ്ട്, നീ ആരെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് ആരും വിചാരിക്കൂല. മക്കളോട് ഒരു ഗ്ലാസ് അങ്ങ് തട്ടിപ്പൊട്ടിപ്പോയാൽ നമ്മൾ അന്നേരം ദേഷ്യം പിടിക്കും. മുഖത്തല്ലേ കണ്ണ് നോക്കിയിട്ട് പോയാൽ പോരെ, സകല ഗ്ലാസ് പൊട്ടിച്ചേക്ക്. നമ്മളോടങ്ങ് ഗ്ലാസ് തട്ടിപ്പൊട്ടിപ്പോയാലോ, ആരാ ഇവിടെ ഗ്ലാസ് കൊണ്ടച്ചാക്ക കുറ്റം. നമ്മൾ അത്രയും ഡീസൻ്റാന്നാ. അതുകൊണ്ട് ഒരാളെയും കുറ്റം കേട്ടിട്ട് നന്നാവില്ല. ആ കുറ്റം പറയുമ്പോൾ മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ ഏതെങ്കിലും മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ, അബദ്ധം പറ്റിപ്പോയതാ, ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം. പകരം എന്താ മക്കൾ പറയാ, നിങ്ങൾ പൊട്ടിച്ചില്ലേ, നിങ്ങൾ മാത്രം ചാടി കളിക്കണം. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും. ആ തോറ്റു കൊടുക്കേണ്ടത് ആരാന്നറിയോ? ജയിക്കുമെന്ന് ഉറപ്പുള്ളവരാ. തോൽക്കുമെന്ന് ഉറപ്പുള്ളവർ തോറ്റു കൊടുക്കുന്നതിന് പറയാ വിധീന. ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ തോറ്റു കൊടുത്താലാണ് കുറ്റം പറച്ചിലിന് പകരം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക. നിങ്ങൾ വെറുതെ സ്ത്രീകൾ തന്നെ കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും. ഭർത്താവ് ചോറിന് കറി ഉണ്ടാക്കി, കറിക്ക് 4 കുറ്റം. ഇതെന്ത് കറിയാത്? പുല്ല മുളകില്ല, ഇങ്ങനെ ഒരു കറി ഉണ്ടോ? ഇങ്ങനെ കറി വെച്ച് കഴിച്ചാൽ തിന്നാനാവോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കറി മോശമായി പോയി, നാളെ മുതൽ നല്ല കറി ഉണ്ടാക്കി കൊടുക്കണമെന്നാണോ തോന്നുക? ചങ്ങായിക്ക് എന്തുണ്ടാക്കി കൊടുത്താൽ കുറ്റേക്കുന്നാണോ തോന്നുക? കുടുംബം നന്നാവണമെങ്കിൽ എന്താണ് ആ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മനസ്സമാധാനമാണ് ആ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. നല്ല മനസ്സമാധാനം ഉണ്ടായാൽ ഏത് കുടുംബവും നന്നാവും. ഞങ്ങളുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന ചില ഭർത്താക്കന്മാരൊക്കെ പറയല്, ഓൾക്ക് നിങ്ങൾ ഒരു കൗൺസിലിങ്ങും കൊടുക്കണ്ട, എനിക്കൊരു മനസ്സമാധാനം തരണം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓളോട് പറയുമ്പോൾ ഓള് പറയുന്നത്, മൂപ്പരൊരു മനസ്സമാധാനം തന്നാൽ മാത്രം മതി, ഞാൻ നല്ലോണം മൂപ്പരൊപ്പം ജീവിച്ചോളാം. ഞങ്ങള് കോഴിക്കോട് വെച്ചിട്ട് ഒരു ഫാമിലി മാനേജ്മെന്റ് ക്ലാസ് നടത്തി. ഭാര്യ ഭർത്താക്കന്മാര് മാത്രമുള്ള ഒരു ക്ലാസ്. 6 വർഷം മുതൽ 13 വർഷം വരെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചവരാണ് രജിസ്റ്റർ ചെയ്തതും ആ ക്ലാസ് പങ്കെടുത്തു. എൻ്റെ അധ്യാപകനായിട്ടുള്ളൊരു ചന്ദ്രൻ നായർ സാറാണ് ക്ലാസ് നയിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ സാറ് ചോദിച്ച്, അടുത്ത ജന്മത്തിൽ ഇതേ ഭാര്യ ഇതേ ഭർത്താവ് മതി എന്ന് ആഗ്രഹിക്കുന്നവര് കണ്ണടച്ചിട്ടൊന്ന് കൈപൊക്കാൻ. എനിക്ക് ആദ്യം മനസ്സിലായത് കണ്ണടച്ച് പൊക്കാൻ പറഞ്ഞ എന്തിനാണ്. പിന്നെ മനസ്സിലായത് ഭർത്താവ് പൊക്കുന്നുണ്ടോന്ന് ഭാര്യ പൊക്കുന്നുണ്ടോന്ന് ഭർത്താവും കാണാൻ. സത്യങ്ങളോട് പറയട്ടെ, ആ ക്ലാസ് പങ്കെടുത്ത് ഒരൊറ്റ ആളും കൈപൊക്കിയതേ ഇല്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയുടെ കുടുംബസംഗമത്തിൽ പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ തന്നെ ഒരു കുട്ടീനെ വിളിച്ച് പറയാ, അടുത്ത ജന്മത്തിൽ ഇതിനെ പോറ്റണമെന്ന് അല്ലെങ്കിൽ പറയും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ആലോചിച്ച് നോക്കി, ഒരു ഉംറ പോയ ആൾക്കാർ 15 ദിവസം കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നതെന്നറിയോ, അടുത്ത ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ആവണം. നല്ല ടീമായിരുന്നു. ടൂറ് പോയ ആൾക്കാർ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിന് ടൂറുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം കേട്ടോ. പിന്നെ പോകലൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പറയും. പക്ഷെ 10-13 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ആള് അടുത്ത ജന്മത്തിൽ ഇത് മതിയെന്ന് പറയുമ്പോൾ, ഇത് പോരാന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാ. ഈ പള്ളിയിൽ മതപ്രസംഗം നടക്കുമ്പോൾ വയൽ പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും മാതൃകാ ദമ്പതികൾ എന്ന് പറയുന്ന നബീസത്തായി അമ്മദ്ക്കായി. നബീസത്ത ഉസ്താദിന് 100 റുപ്യ എടുത്തിട്ട് 500 റുപ്യ കൊടുത്തിട്ട് പറഞ്ഞ്, സ്വർഗത്തിൽ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കൂട്ടാൻ ദുആ ചെയ്യണം. അമ്മക്ക് ഓടി വന്നിട്ട് 1000 കൊടുത്താൽ ദുആ ഒഴിവാക്കി. അമ്മക്ക് പറയാ, ആടെ നബീസ് നിങ്ങൾ പോയിക്കോളി അവിടെ നിന്ന്, ആകെ ഊറിലിംഗ് ഉണ്ടാവും വിചാരിച്ചിട്ടാ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഈ ഒരു കാര്യം മാറ്റണമെങ്കിൽ നമ്മളുടെ വീട് സ്വർഗമായി മാറണം. വീട് സ്വർഗമാവണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനം കിട്ടണം.
മനസ്സമാധാനമാണ് ഒരാളുടെ എല്ലാ കാര്യത്തെയും നയിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശരീരത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കും, മനസ്സിൻ്റെ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുകയില്ല. എന്താ മനസ്സമാധാനം ചോദിച്ചാൽ പോലും അറിയില്ല. പക്ഷേ എന്ത് പ്രവർത്തിക്കണമെങ്കിലും മനസ്സമാധാനം അത്യാവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജീവിതം ശരീരം നന്നാവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഭക്ഷണം കഴിക്കുക, അല്ലെ? കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാത്രേ. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, ഏകഭുക്തം മഹായോഗി എന്ന. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവനാണ് യോഗി. ദ്വിഭുക്തം മഹാഭോഗി എന്ന. 2 നേരം ഭക്ഷണം കഴിക്കുന്നവർ ഭോഗികളാണ്. ത്രിഭുക്തം മഹാരോഗി എന്ന. ആ രോഗിയാണ് തിരിച്ചറിയാൻ 40 വയസ്സാണ്. 40 ആകുമ്പോൾ PSC കിട്ടുന്ന, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും. അത് നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടാണെന്നാ. 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ ത്രിഭുക്തം മഹാരോഗി. ശ്ലോകം തീർന്ന്. നമ്മളെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ഒരു കട്ടൻ കാപ്പിൻ്റെ ഒപ്പം ഒരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കണം. ഒരു രാവിലെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, നാസ്ത. 10 മണിക്ക് എന്തെങ്കിലും കഞ്ഞിവെള്ളമോ ജ്യൂസോ കിട്ടില്ല, മനസ്സമാധാനമല്ല. ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചായ കുടിച്ചില്ല, തലവേദന. രാത്രി പിന്നെയും ചോറ്. 6 നേരം. മഹാദ്രോഹി എന്നങ്ങനെ എനിക്ക് ഒരു പക്ഷേ ശ്ലോകം ഉണ്ടെങ്കിലും വരിക. നമ്മൾ മൊത്തം നോക്കിയാൽ തിന്നാനായിട്ട് ജീവിക്കാൻ തോന്നും. അങ്ങനെയുള്ള ഒരാൾ പോലും എല്ലാ നേരം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പെറുക്കി തിന്നാന്ന്. അമ്മമാരെ തിന്നുന്നതിന് പറയാം പെറുക്കി തിന്നാന്ന്, മക്കൾ തിന്നുന്നതിന് പറയാം കട്ട് തിന്നാന്ന്. രണ്ടും ഒന്നും തിന്നാ. അത്രയൊക്കെ തിന്നുന്ന ഒരാൾ പോലും മരിച്ച സമയത്ത് അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാം, മോൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചാൽ എന്തൊക്കെ മറുപടി പറയാം? രാവിലെ മരിച്ചത്, വൈകുന്നേരം മയ്യത്തെടുക്കൂ, ഇതിൻ്റെ ഇടയിൽ 4 നേരത്തെ ഭക്ഷണം കഴിക്കാനുണ്ട്, അത് കഴിക്കാൻ നിൽക്കുന്ന ഒരാളോട് വല്ലതും വന്ന് കഴിച്ചോന്ന് പറഞ്ഞാൽ എന്താ പറയാം? നിങ്ങളൊന്നും മിണ്ടൂലേ? പൊറോട്ടയും ബീഫും വേണമെന്നാണോ പറയാ? അല്ല പിന്നെയോ? ഒന്നും വേണ്ട. സങ്കടമായി നിൽക്കുമ്പോൾ വിശപ്പുണ്ടാവില്ല, ശരിയല്ലേ? ടെൻഷനായി നിൽക്കുമ്പോൾ വിശപ്പുണ്ടാവോ? ചില ആൾക്കാർ ടെൻഷനായി കൂടുതൽ കഴിക്കുന്നുണ്ട്, അത്ര. അതൊരു രോഗ. ടെൻഷനാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. ടെൻഷനായ ഭക്ഷണം വേണ്ട, സങ്കടമായ ഭക്ഷണം വേണ്ട, പേടിയായ ഭക്ഷണം വേണം. നല്ല കുഴിമത്തി തിന്നാതിരിക്കുമ്പോൾ ആന വരണ്ട് ഓടിക്കുമെന്ന് അറിയുന്നത്. എന്നാൽ കുഴിമത്തി തിന്നിട്ട് ഓടാൻ ചരിക്കുമോ? ചില ആൾക്കാർ പ്ലേറ്റൊക്കെ എടുത്ത് ഓടുന്നവരുണ്ട്. ആ കാറ്റും മഴയൊക്കെ വരുമ്പോൾ പ്ലേറ്റ് എടുത്ത് ഓടുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇവർ മരിച്ചു വന്നേരം തിന്ന് മരിക്കണമെന്നായിരിക്കുന്നത്. നല്ല മനസ്സമാധാനം ഉണ്ടായാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, ശരിയല്ലേ? ഉറങ്ങണമെങ്കിൽ ടെൻഷനായാൽ ഉറക്കം വരുമോ? പേടിയാൽ ഉറക്കം വരുമോ? ഓവർ സന്തോഷാൽ ഉറക്കം വരൂല. ഞാനിപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ അവിടെ നല്ലോണം ഉറങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനമായി, ഓർക്കൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ. ഉറങ്ങണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം മനസ്സമാധാനമാണ്.